അപ്പോൾ ഇന്നൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ, അതിനെന്തിനാ കക്കശീല എന്നല്ലേ? അതൊക്കെ ഉണ്ട്, അതും വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്ന ഈ ഒരു മരക്കഷ്ണം എടുക്കാം. ഇത് ഞാനെപ്പോഴും കട്ടിംഗ് ബോർഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എമ്പടയിൽ കട്ടിംഗ് ബോർഡ് ഇല്ലാത്ത കാരണം നമ്മൾ ഇതും വെച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ കക്കശീല ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ തരിതരിയായിട്ടുള്ള മണ്ണൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഉറപ്പിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് കളറുള്ള പെയിൻറ്റും അടിച്ച് പിന്നെ ഇഷ്ടമുള്ള കളറും നമുക്ക് പെയിൻറ്റ് അടിക്കാം. ഞാൻ ബ്ലൂ കളർ അടിക്കാതെ വിചാരിച്ച്, പിന്നെ എൻ്റെ കയ്യിൽ ബ്ലൂ കളറില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ റോസ് തന്നെ ആക്കി. പിന്നെ പെയിൻ്റൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി ക്യാൻഡിൽ ഉരുക്കി ഒഴിക്കാം. ഈ ഒഴിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 2-3 കൈകളൊക്കെ കാണാൻ പറ്റും. ക്യാൻഡിൽ ഒഴിച്ചപ്പോൾ പകുതിയോളം താഴെയാണ് പോയത്. അത് ഞാൻ എങ്ങനെയും ചുരണ്ടി എടുക്കുന്ന സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് ക്യാൻഡിലും വെച്ച് കളിക്കണം. ക്യാൻഡിൽ കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി കിട്ടി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് കക്കശീല എടുത്ത് ഇതേപോലെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള മുത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എൻ്റെ കയ്യിൽ ആകെ 3 മുത്തുണ്ടായുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതേപോലെ ഒരു അടപ്പ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് അതൊന്ന് കളർ ചെയ്തെടുക്കുക എന്ന് ഉദ്ദേശിച്ചത് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാൻഡിൽ ഒരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.